മലയാള സിനിമയിലല്ലാണ്ട് ഇന്ത്യൻ സിനിമയിൽ അത്ഭുതപ്പെടുത്തിയേക്കുന്ന പ്രതിഭാസം? അത് ഒന്നും അങ്ങോട്ട് ആലോചിക്കാനില്ല. അമിതാഭ് ബച്ചൻ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ. അത് നമ്മൾ എത്രയോ പടങ്ങൾ പുള്ളിയുടെ കണ്ടിട്ടുണ്ട്. അതിൽ ഇന്ന് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. ഷോലെ എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ എത്രയോ സിനിമകൾ. എന്നാൽ ഇന്നും ഇന്ത്യൻ ആക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം അമിതാഭ് ബച്ചനെ പറയുള്ളൂ. അല്ലേ? അപ്പോൾ അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അല്ല, എന്ന് ഞാൻ അമിതാഭ് ബച്ചൻ്റെ ഓക്കെ അമിതാഭ് ബച്ചൻ്റെ ആണ്. ഓക്കെ. അവളുടെ രാവുകളിൽ ഒരു ഉണ്ട്, അതല്ല. ഞാൻ അതാ നിൻ്റെ ഫേസ് കണ്ടപ്പോഴേ അല്ലെന്നാ തോന്നി. അപ്പോൾ നമ്മൾ എനിക്കൊരു സൗഭാഗ്യം കിട്ടിയത് ഒരു ആഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചത് അത് വലിയ ഒരു അനുഭവം തന്നെയായിരുന്നു. കാരണം സഹജീവികളോട് എങ്ങനെ പെരുമാറണം, വളരെ ജെന്യൂനായിട്ടുള്ള കക്ഷിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തൊഴിലില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അല്ലേ? ദിലീപിന് ഈ ചെറുപ്പക്കാർക്ക് ഒരു തൊഴിൽ പറഞ്ഞു കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഏത് തൊഴിൽ പറഞ്ഞു കൊടുക്കും? ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം ആവശ്യമുള്ളത് തിരുമല അറിയാവുന്ന ആൾക്കാരെ. തിരുമശാല എന്ന് വെച്ചാൽ മസാജ് അറിയാവുന്ന ആൾക്കാർ. എന്തിനത്? എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ റോഡിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ റോഡിലൂടെ പോകുന്നത് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷയിലാണെങ്കിലും കാറിൽ നല്ല ഭയങ്കര വലിയ വില കൂടിയ കാറാണെങ്കിലും അല്ലാത്ത സമയത്ത് ഇങ്ങനെ അറിയില്ല അതിങ്ങനെ ഇരുന്നിരുന്നത്. ഇപ്പം ഇതാണ് ഇങ്ങനെ പോകുന്നത്. 5 മിനിറ്റ് നീങ്ങേണ്ട സ്ഥലം 50 മിനിറ്റും 5 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് പോകുന്നത്. റോഡിൽ പണ്ട് പോലെ ഒരു തുള്ളിക്ക് ഒരു കുടം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളിക്ക് ഒരു കുഴി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ. തുള്ളിക്കൊരു കുടം മാറ്റി തുള്ളിക്കൊരു കുഴിയായി. ഒരു കുഴിയായി. അങ്ങനെയാണ് റോഡ് കിടക്കണം. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടുത്തെ റോഡുകൾ കാണണം. റബ്ബറൈസ് റോഡുകൾ മാതിരിയൊക്കെ കിടക്കണം. ഒരു സ്ഥലത്ത് കുഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ സപ്പോസ് ഒരു കുഴി വന്നാൽ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്തിരിക്കും. സഹോദര, ഇത് വേറൊരു കാര്യമുണ്ട്. അങ്ങനെ അങ്ങോട്ട് പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്കാൾ കൂടുതൽ മഴ തമിഴ്നാട്ടിൽ അങ്ങനെ മഴ കിട്ടില്ല. ഈ കുഴിയൊന്നും മഴ ഇന്നിപ്പോൾ പെട്ടെന്ന് ഞാൻ വരിക എന്ന് പറഞ്ഞു പറഞ്ഞല്ലോ. മഴ ജൂൺ 1-ാം തീയതി മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ മഴ പെയ്യും. കർക്കിടക മാസം അല്ലെങ്കിൽ വർഷക്കാലം, ഇങ്ങനെ കുറേ കാലങ്ങൾ നമുക്കുണ്ടല്ലോ. ഈ കാലത്ത് എങ്ങനത്തെ മഴയായിരിക്കും വരിക എന്ന് കേരളത്തിലെ ഈ റോഡ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കെല്ലാം നന്നായിട്ട് അറിയാവേ. അവർക്ക് അതനുസരിച്ച് ഉണ്ടാക്കിക്കൂടെ? ഇല്ലേ? എങ്ങനത്തെ വീടുകൾ ഇപ്പോൾ പല രാജ്യത്തുള്ള തരത്തിലുള്ള വീടുകൾ നമുക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് പറ്റൂല, ഇല്ലേ? അപ്പം അതിനനുസരിച്ചൊക്കെ അവനവൻ്റെ വീടൊക്കെ നന്നാക്കി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. റോഡ് പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മളൊക്കെ എല്ലാവരും കുറേ ആളുകൾ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും റോഡ് ടാക്സ് എന്ന് പറയുന്ന സാധനം അടയ്ക്കുന്നുണ്ട്, ഇല്ലേ? എന്നിട്ട് ഇങ്ങനെ പോകാനാണോ അത് അടയ്ക്കണേ? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ചെയ്യുന്ന കാര്യം മര്യാദക്ക് ചെയ്യാൻ ഇത് എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ ചിന്തിച്ചാണ്ട് ചെയ്താൽ പോരെ. മഴ എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള സംഭവമല്ല. അത് ഓരോ തലമുറ ജനിക്കുന്നതിന് മുമ്പ് കാലാകാലമായിട്ടുള്ള കാര്യമാണ്. മഴ കിട്ടാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പ്രാർത്ഥന നടത്തുന്നു. ചില സ്ഥലത്ത് നിന്നെ പോലുള്ള ആളുകളെ കൊണ്ടുപോയി ഗാനമേള നടത്തുന്നു, ശങ്കര പാടിക്കുന്നു. ഇല്ലേ? പിന്നെ എന്നിട്ട് ഇവിടെ മഴ പെയ്യണോണ്ടാണെന്ന് പറയണത് അന്യായമാണ്. ഈ മഴ പെയ്ത് കുഴികളൊക്കെ ഒന്നും മിണ്ടാതെ പോയിട്ട് മണ്ണിട്ട് അല്ലെങ്കിൽ മെറ്റലിട്ട് നികത്തി ജയസൂര്യ നല്ല കാര്യം ചെയ്തതാണ്. ജയസൂര്യ നികത്തി. അതിന് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് കുറേ ആൾക്കാർ ജയസൂര്യ ചെയ്തത് തെറ്റായിപ്പോയി, ജയസൂര്യ അത് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല, അത് ജയസൂര്യയുടെ പണിയല്ല എന്ന് പറഞ്ഞു. അത് ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു സൽക്കർമ്മം എന്ന് പറയാം. അതിന് വേറെ തരത്തിൽ. കാരണം സഖി കെട്ടിട്ട് ചെയ്യുന്നതായിരിക്കും അത്. അതിൻ്റെ ഈ ടാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ മെറ്റലിൻ്റെ കൂടെ ഇത്ര മണ്ണ് അല്ലെങ്കിൽ ഇത്ര ടാറ് ഇത്ര കാര്യങ്ങൾ എന്നറിയാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്ത ഇപ്പം ഞാനാണെങ്കിൽ എനിക്കില്ലേ എത്ര അതിൻ്റെ ചേരുവയൊന്നും. അപ്പോൾ നമുക്ക് തോന്നണം ആ കുഴി അങ്ങോട്ട് നിർത്തണം എന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. അത് ചെയ്തു. അപ്പോൾ ആ മനസ്സിനെ നമ്മൾ അതിൻ്റെ ഒരു നന്മയെക്കുറിച്ച് ആലോചിക്കും. അതല്ലാണ്ട് അവിടെ പോയിട്ട് ഒരു റോഡ് കുഴിച്ച് വെക്കല്ലല്ലോ ചെയ്തത്, അതിൽ കുറച്ച് മണ്ണെടുത്തിട്ടല്ലേ ചെയ്തുള്ളൂ. അങ്ങനെ കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് പെട്ടെന്നൊരു മുഖ്യമന്ത്രി ആയാൽ താങ്കളാണ് മുഖ്യമന്ത്രി ആവുമെന്ന് വിചാരിക്കും. എങ്ങനെയൊക്കെ പറയലടേ, അങ്ങനെയല്ല, എൻ്റെ ഉറക്കം മുഴുവൻ പോവും. അല്ല, എനിക്ക് കുറച്ച് അഴിമതി ചെയ്യാം എന്നുള്ള വിചാരിച്ചിട്ടാണ്. ഇത് തന്നെയാണ് പ്രശ്നം. ഞാൻ വേണ്ടട്ടെ, ഞാൻ അതിനേക്കില്ല. അല്ലാണ്ട് തന്നെ കാരണം നീ എന്ന് പറഞ്ഞ ഒരാളുടെ ഒറ്റ പ്രശ്നം കൊണ്ട് എനിക്ക് ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും. വേണ്ടാന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓക്കെയാണ്. അല്ല, മുഖ്യമന്ത്രി ആകെയായിരുന്നെങ്കിൽ ഇല്ല, നീ എന്ന് പറഞ്ഞ ആൾ അതിനകത്ത് കയറ്റ് വരാൻ വരുമോ? ഞാൻ കയറ്റ് വരല്ലെന്ന് വെക്കും. ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. എന്നെ വിളിക്കുക പോലും ചെയ്തു ഫോൺ. കാരണം പിന്നീട് എന്തെങ്കിലും ഫോണിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ നിൻ്റെ ഒരു ഫോൺ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമാവും. അതിന് ഞാൻ ആദർശ എന്നും പറഞ്ഞിട്ടാണല്ലോ. അതിലതാണ്ട് വേറെ
വേറെ പേര് നമ്മൾ എന്ത് സംസാരിച്ചു എന്നുള്ള ചോദ്യം വരും. കാരണം നമ്മൾ ഈ നടക്കുന്ന ഇൻ്റർവ്യൂ പലരും കാണും. നീ കൈയിട്ട് വാരാന്നുള്ളത് വെളിപ്പെടുത്തി കഴിഞ്ഞു. നീ മുഖ്യമന്ത്രി ആയാൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ വന്നപ്പോൾ തന്നെ ഇങ്ങനെ. അതെ, മുഖ്യമന്ത്രി ആയാൽ എന്നുള്ള ചോദ്യം നിൽക്കുമ്പോൾ തന്നെ നീ കൈയിട്ട് വാരാൽ തുടങ്ങി. ഞാൻ ആയിട്ട് പോലുമില്ല, അതിനു മുമ്പേ നീ കൈയിട്ട് വാരി. നീ അത് എന്തത് ഇങ്ങനെ നാക്കാൻ പാടില്ല. അല്ല ഞാനൊന്ന് പരിക്കണതിനെ കുറിച്ച് ആലോചിക്കണതിനും പോലെ ഒരു കൈ എന്തോടത്. അല്ല അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ ആ ചിന്തന മാറി. പ്രധാനമന്ത്രി അങ്ങനെ നോക്കാം ഇനി. കാരണം അങ്ങോട്ട് വരില്ലല്ലോ, ഹിന്ദി അറിയാൻ പാടില്ലാത്തോണ്ട്. എങ്ങോട്ട്? ഡൽഹി. അല്ല ഡൽഹി പോയിട്ട് എന്ത് പറയാ? എന്നിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടേ? അതൊക്കെ ഹിന്ദിയിലല്ലേ, ഹിന്ദി അമ്മയുടെ രാഷ്ട്രഭാഷയാണ്. എന്നിട്ട് ബാക്കി അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഹിന്ദിയൊക്കെ വായിക്കാനൊക്കെ അറിയാം. അതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല പക്ഷെ അവിടെ ഡബ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡബിങ്ങൊന്നുമല്ല, സ്വന്തം പറയണം. അതെല്ലാം സ്വന്തം തന്നെ നമ്മൾ അടിച്ചെടുക്കും. ആ ഏരിയയിൽ എന്തെങ്കിലും പറയും. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ കളി നമ്മൾ വിട്ടു. അല്ല എന്ത് പുരോഗമനം ചെയ്യുമായിരുന്നു കേരളത്തിൽ അങ്ങനെയായിരുന്നു? ഒന്നാമത് ഞാനിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഇപ്പോൾ ചെയ്താൽ പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകണേ? രാഷ്ട്രീയത്തിൽ ഇറങ്ങി സിനിമയിൽ കയറി എന്ന് സാധാരണ പറയാറുണ്ട്. അതെ, അതെന്താ അങ്ങനെ ഒരു കാര്യം പറയണത്? രാഷ്ട്രീയത്തിലേക്ക് അവൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിട്ടോ, അവൻ സിനിമ കയറി അങ്ങനെ പറയണ ഈ രണ്ട് സാധനമുണ്ട്. അതെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കയറാൻ പറ്റില്ല. സിനിമയിലേക്കാണെങ്കിൽ അതിലേക്ക് കയറിയാൽ പിന്നെ ഇറങ്ങണതിന് വലിയ പ്രശ്നമാവും. കയറി കഴിഞ്ഞാൽ ഇറങ്ങാനൊക്കെ പറ്റും. ഞാൻ അതിനെ പറ്റിയൊന്നും പറയണ്ട, അതിനെ വലിയ കാര്യത്തിന്റെ. ഞാനല്ലേ നിന്നെ അഭിനയിപ്പിക്കാൻ വിളിച്ചോണ്ട് ഇത് വാനത്തക്കൊട്ടാരത്തില്. എനിക്ക് അങ്ങനെ തന്നെ വേണം. പിന്നീട് എനിക്ക് മനസ്സിലായത് ആ ഡയറക്ടറുടെ അടുത്തും പിന്നെ ആ സ്ക്രിപ്റ്റ് റൈറ്ററുടെ അടുത്തൊക്കെ ദിലീപിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ല നാശ, ഞാൻ എന്ത് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടി നിന്നെ ഞാൻ കൊണ്ടുപോയത്. വേറെ കാര്യം കൂടെ ഉണ്ട് അതിൽ. വേറെ കാര്യം കൊണ്ട് ഈ നമ്മൾ ചില വീടുകൾ വയ്ക്കാൻ നേരത്ത് കണ്ണിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ സാധനത്തിന് കൊണ്ടത് ഒരു കോലത്തിന്. ഇപ്പം നിനക്ക് നിന്നെ കുറിച്ച് ധാരണയുള്ള നല്ലതാണ്. കോലാന്നും ഒക്കെ അങ്ങനെയല്ല, നല്ലൊരു കോലം. എനിക്കൊരു കോലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് മീശമാധവൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു കോലം കത്തിച്ചു. ആര്? ഒരു സംവിധായകൻ. അപ്പോഴും ഞാൻ അറിഞ്ഞ എനിക്കൊരു കോലമായി ഇത്. എന്തിന് കത്തിച്ച്? പണ്ടൊരു പ്രശ്നം വന്ന ഓർമ്മയില്ല. ഞാൻ ചെക്ക് കേസ്, ഞാനല്ലാട്ടെ ചെക്ക് കേസ്, ഞാൻ ഒരു പ്രൊഡ്യൂസറെ പിടിച്ച് അകത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ കോടതിയിൽ നിന്ന് വന്ന വിഷയത്തെക്കുറിച്ചിട്ടാണ് സംഭവങ്ങൾ ഉണ്ടായത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കോലം കത്തിച്ചു. അന്നാ ഞാൻ അറിഞ്ഞ എനിക്കൊരു കോലായി എന്ന്. ഞാൻ ഭയങ്കര മെലിഞ്ഞിരുന്ന ആളല്ലേ, അന്നാണ് എനിക്ക് റിയലൈസ് ചെയ്തത് എനിക്കൊരു കോലായി. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ അടുത്തൊരു പ്രോഗ്രാമിൽ നാദർഷ എന്ത് ചെയ്യും ഒരു കിട്ടുന്നൊരു എമൗണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ളതാണ് ഖുറാനിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയണം. ഇങ്ങനെ ചെയ്താലാണ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക. അതിനെക്കുറിച്ച് താങ്കളുടെ എന്താ വേണ്ടേ? അല്ല ഞാൻ പറഞ്ഞു ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതിൽ ഏതിനെ ന്യായീകരിക്കുന്നു? പിന്നെ അത് മാത്രമല്ല, എനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് എൻ്റെ കുറേ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞ് നാദർഷ അന്ന് അങ്ങനെ ടി വിയിൽ പറഞ്ഞത് നാദർഷയ്ക്ക് അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ വിചാരിക്കണവരങ്ങനെ വിചാരിക്കട്ടെ, നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നു. ദിലീപിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ അത് ഏതാണ് അതിൻ്റെ ശരി? അല്ല, അതിപ്പോൾ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഒരുപാട് സംഭവിക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാം. അത് മറ്റുള്ളവർക്ക് അത് ചെണ്ടയിൽ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കലാകാരന്മാർ, കാരണം നമ്മൾ കലാകാരന്മാർ സമൂഹമായിട്ട് വളരെ ബന്ധമുള്ള ആൾക്കാരാണ്. കാരണം നമ്മളുടെ വളർച്ച എന്ന് പറയുന്നത് ഓഡിയൻസ് എന്ന് പറയുന്നൊരു വിഭാഗം ആളുകളാണ് നമ്മൾക്ക് ഉള്ള ശക്തി. നമ്മൾ കാണിക്കുന്നത് കാണാനും കേൾക്കാനും അതിനു വേണ്ടി അവരുടെ ഒരുപാട് സമയം കളഞ്ഞിട്ട് അവരുടെ സമ്പാദ്യത്തിൽ നിന്നുള്ള പൈസയാണ് നമുക്ക് എടുത്ത് തന്നിട്ട് അവരിയ്ക്കുന്നത്. ആ പൈസയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പൈസ, നമുക്ക് ജീവിക്കാൻ എത്ര പൈസയുടെ ആവശ്യമുണ്ട്, ന്യായമായിട്ടുള്ള പൈസ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, ഞാൻ അതിൻ്റെ ബാക്കിയുള്ള പൈസ തന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അതിൻ്റെ വിഹിതം പൈസ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, പാവപ്പെട്ട ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് കൊടുക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് അറിയിക്കണതിന് കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ അത് അറിയുന്നത് നല്ലതാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നീ പറഞ്ഞ പോലെ നമ്മളുടെ പുറകിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും നമ്മൾ ചെയ്യുന്ന ചാരിറ്റിയെക്കുറിച്ച് അറിയുമ്പോൾ
അറ്റ്ലീസ്റ്റ് നാണമെങ്കിലും തോന്നും ഞാനൊന്നും ചെയ്യുന്നില്ലോ എന്ന്. പണ്ട് പറഞ്ഞിരുന്നെന്ന് എനിക്ക് തോന്നണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ കൊടുക്കണ ഈ കൈ അറിയണ്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേറെ ഒരു കൈ അതിൻ്റെ ഇടയിൽ വരും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ശരി, എന്നാൽ തുറന്ന് പറയും ഇതിന് കിട്ടുന്ന. കാരണം അപ്പോഴേക്കും ആൾ കൂടും. ഇപ്പം തന്നെ ചില ആൾക്കാർ പറയും അല്ല, ഞാൻ നമ്മൾ കൊടുക്കുമ്പോൾ ആരും അറിയണ്ട കേട്ടാ എന്ന് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എണ്ണം കൂടുന്നു വിചാരിച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ശരി, അങ്ങനെയുള്ള ഈഗോ പ്രശ്നമൊന്നുമില്ല. നീ തുറന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് എനിക്ക് എന്ത് തരും എന്നുള്ളത്. നിനക്ക് ഞാൻ നീ എന്തിന് ഇപ്പം ഞാൻ എവിടെ നീ എന്തിനാണ് എന്നെ കണക്ക് പറഞ്ഞത്? നിനക്ക് എന്താ വേണ്ടേ? ശരി, എനിക്ക് ഒറ്റ വാക്കിൽ തീരുമാനിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. അത് നീ എന്ത് ചോദിച്ചാലും ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ. ഞാനിതൊക്കെ ഇങ്ങനെ ചോദിച്ചു വന്നത് നീ തുറന്ന് നീ വളഞ്ഞു. എനിക്ക് മനസ്സിലായി, അവിടെ നിന്ന് നീ വണ്ടി കയറിയപ്പോൾ മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞ അറിയണമെന്ന്. കാരണം ഞാനും തന്നെ ഒന്ന് എനിക്കും ആൾക്കാരും അറിയട്ടെ നീ എന്ത് വാങ്ങിക്കണമെന്ന്. നീ എന്താണ് ഗൾഫൊക്കെ കാണാൻ തുടങ്ങി? അത് ശരി, നീ ഇന്നാൾ വരെ ഏലൂരായിരുന്നില്ല. ഞാനൊരു കാര്യം ഈ നമ്മുടെ രാജ്യം പെരുന്നാൾ വരുമ്പോ എന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല. അത് പക്ഷെ എൻ്റെ കൂടെ അഭിനയിച്ചെന്ന് പറയാൻ പറ്റുമായിരുന്നു എനിക്ക്. ഞാൻ എന്തിനാ എത്ര നേരം ഇതൊക്കെ പറഞ്ഞോണ്ടിരുന്നത്? അത് അങ്ങനെ ഒരു ഒറ്റ സംഭവത്തിൽ നീ എൻ്റെ മൂടൊക്കെ എൻ്റെ ഇത് കളഞ്ഞ നീ അത്